രാവിലെ 9:45 11ാമത് പ്രവാസി ഭാരതീയ ദിവസ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ 2 ദശാബ്ദക്കാലത്തെ മികച്ച പ്രകടനത്തിന് ശേഷവും സാമ്പത്തിക വെല്ലുവിളികൾ അവസാനിച്ചിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ GDP വളർച്ചാ നിരക്ക് 8.5% ഈ വർഷം 6.5% കുറഞ്ഞു. അടുത്ത വർഷം അത് 6%-ലും താഴെയാകും. ദ്രുതഗതിയിലുള്ള പരിഷ്കാരങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. Despite domestic constraints and challenges, we are confident that our strong economic fundamentals, backed by sound policies, will enable us to return to a higher growth path. On January 1 this year, we took a small first step to deliver benefits through direct transfers to beneficiaries using the digital Aadhaar platform. This is an example of our efforts to make growth more inclusive and government programs more efficient and less vulnerable to leakages of various sorts. ചടങ്ങിൽ പങ്കെടുത്തു സംസാരിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എയർ ഇന്ത്യയുടെ അലസ നിലപാടിനെ വിമർശിച്ചു. മുന്നറിയിപ്പില്ലാതെ വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നത് പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുകയാണ്. അടിയന്തരമായി എയർ കേരള ആരംഭിക്കുന്നതിന് നിയമപരമായ ഇളവുകൾ വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. Is about the lethargic attitude of Air India, our national carrier. Very often flights are cancelled at the last moment without proper notice, which creates severe hardship to the passengers. പ്രവാസികൾക്ക് ആവശ്യമായ വിവരങ്ങൾ അടങ്ങുന്ന ഹാൻഡ്ബുക്ക് ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. ഗദ്ദാർ മുന്നേറ്റത്തെക്കുറിച്ചുള്ള സ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കി. അമേരിക്കയിലും കാനഡയിലും പ്രവാസികൾ നടത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ് ഗദ്ദാർ മുന്നേറ്റം. ആ സമരത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നുവെന്നത് ഈ പ്രവാസി സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടുന്നു. ക്യാമറമാൻ മനോജ് നാനാട്ടിനൊപ്പം മനു ഭരത്, കൊച്ചി, ഇന്ത്യ വിഷൻ.